ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചി ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കമലയുടെ നിർബന്ധപ്രകാരം കമലയുടെ കയ്യിൽ നിന്നും പഴങ്കഞ്ഞി വാങ്ങി കുടിച്ചിരിക്കുകയാണ്. സച്ചി കുറേ നാളുകളായി അവിടെ നിന്നും ഒന്നും കഴിക്കുന്നില്ലായിരുന്നു. അർച്ചനയെ തിരിച്ചു കൊണ്ടുവരാതെ താൻ അവിടേക്ക് വരില്ലെന്നും അകത്തേക്ക് കയറില്ലെന്നും അവിടുന്ന് ആഹാരം കഴിക്കില്ലെന്നുമായിരുന്നു സച്ചി പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് കമലയുടെ നിർബന്ധപ്രകാരമാണ് സച്ചി ഇപ്പോൾ ആഹാരം കഴിച്ചിരിക്കുന്നത്. അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയില്ല. വേറെ മറ്റു ചിലർ കുറച്ച് പേർ അവിടെ ഭക്ഷണം കഴിക്കാനായി വരുന്നുണ്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അറിയാൻ വേണ്ടി തന്നെ അവന്തികയുടെ ആൾക്കാർ 2 പേർ അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടി എടുക്കട്ടെ എന്ന് കമല ചോദിക്കുന്നുണ്ട് സച്ചിയോട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട മതി, വയറ് നിറഞ്ഞു എന്ന്. അങ്ങനെ സച്ചി കഴിച്ചതിന് ശേഷം പോകാനായി ഇറങ്ങുകയാണ്. അപ്പോൾ കുട്ടികളും സ്കൂളിൽ പോകാനായി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ അവർക്ക് കമലയ്ക്കൊക്കെ ടാറ്റ പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ച് അവർ വളരെയധികം സന്തോഷത്തോടെ ഇപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ സച്ചി പോയതിനു ശേഷം അവിടെ പഴങ്കഞ്ഞി കുടിക്കാൻ വന്ന ഒരാൾ കമലയോട് പറയുന്നുണ്ട്, എന്തായാലും സച്ചിയുടെ കാര്യം കഷ്ടമാണ്, ഇനിയിപ്പോൾ അർച്ചനയെ തിരിച്ചു കിട്ടുമോ എന്നോ. അല്ല, വർഷങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ശിശിരയെ ഫോൺ ചെയ്യുകയാണ് ശോഭന. എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ സമയം അർച്ചന അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ശിശിരയുടെ അടുത്ത് വിളിച്ചിട്ട് കിട്ടുന്നില്ലേന്ന്. ഉടനെ ശോഭന പറയുന്നുണ്ട്, ഇവൾ ഈ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണോ എന്തോ, വരാൻ വൈകുമെന്നോ മറ്റോ അവൾ മോളോട് പറഞ്ഞിരുന്നോ എന്ന് ശോഭന അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. ഈ സമയം ഗോകുൽ ഗൗരിയുമായി സ്കൂളിലേക്ക് പോകാനും ഗോകുലിന് ഓഫീസിലേക്ക് പോകാനുമായി റെഡിയായി വന്നിട്ടുണ്ട്. ഗോകുൽ എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, തനിക്ക് പുറത്തേക്ക് വല്ലതും പോകാനുണ്ടായിരുന്നോ എന്ന്. ഇല്ല, എനിക്ക് എവിടേക്കും പോകാനില്ല എന്ന് അർച്ചന പറയുന്നു. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, അല്ല, പർച്ചേസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങിയാൽ മതി എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഇത് കേട്ട് ശോഭന പറയുന്നുണ്ട് അർച്ചനയോട്, വാങ്ങാനൊന്നുമില്ലെങ്കിലും നിങ്ങൾ 2 പേരും കൂടെ ഇടയ്ക്കൊക്കെ പുറത്തേക്കൊന്ന് പോകുന്നത് നല്ലതല്ലേ. ശോഭന പറയുന്നത് കേട്ട് ഗൗരിമോൾ പറയുന്നുണ്ട്, എൻ്റെ സ്കൂൾ കഴിഞ്ഞിട്ട് ഞാനും കൂടെ വരാം, എന്നെയും കൂടെ കൊണ്ടുപോകണേ എന്ന്. അപ്പോൾ ഉടനെ ഗോകുൽ പറയുന്നു, എങ്കിൽ നമുക്കൊരു ഫാമിലി ഔട്ടിംഗ് ആകാം, താൻ എന്ത് പറയുന്നു എന്ന് ഗോകുൽ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. ഞാൻ റെഡി എന്ന് അർച്ചന പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഗോകുൽ ഗൗരിമോളെ സ്കൂളിലേക്ക് ആക്കാനായി പോകുന്നു. ഗോകുൽ പോയതിനു ശേഷം ശോഭന ഇപ്പോൾ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അമ്പലത്തിലേക്കല്ലാതെ വേറെ എവിടെയെങ്കിലും പോകുന്ന കാര്യം അവൾ മോളോട് പറഞ്ഞിരുന്നു എന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അമ്മയോട് വേറൊരു കാര്യം പറയാനുണ്ട്. ശിശിരേച്ചിയുടെ കല്യാണ കാര്യം എത്രയും പെട്ടെന്ന് അത് നടത്തി കൊടുക്കണം. അദ്ദേഹം എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ശോഭന ചോദിക്കുന്നുണ്ട് മോളോട് അവൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന്. ഉടനെ അർച്ചന പറയുന്നുണ്ട്, ഈ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ലല്ലോ. അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകില്ലേ. അമ്മയും ഗോകുലും എന്തിനാ അതിനെതിരെ നിൽക്കുന്നത്. ശിശിരേച്ചിക്കാണെങ്കിൽ രാജീവിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യമാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ, അതെനിക്കറിയാം, പക്ഷേ ഗോകുലിനെ രാജീവിനെ പണ്ട് മുതലേ അത്ര ഇഷ്ടമല്ല എന്ന് ശോഭന പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇനി എന്തിനത് വെച്ച് താമസിപ്പിക്കുന്നത്, അവർക്ക് ഇഷ്ടമാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തേക്ക് എന്നൊക്കെ അർച്ചന ഇപ്പോൾ ശോഭനയോട് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, എങ്കിൽ മോളൊരു കാര്യം ചെയ്യുക, വൈകുന്നേരം നിങ്ങൾ ഒരുമിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അവനെ കൊണ്ട് ഇതൊന്ന് സമ്മതിപ്പിക്കണം എന്ന് ശോഭന പറയുന്നു. ഉടനെ അർച്ചന പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഗോകുലിനോട് അത് പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറയുകയാണ് അർച്ചന. വീണ്ടും ഇപ്പോൾ കമലയുടെ പഴങ്കഞ്ഞി കടയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് പഴങ്കഞ്ഞി കുടിച്ച ഒരാൾ കഞ്ഞിയെല്ലാം കുടിച്ചതിന് ശേഷം അയാൾക്ക് എന്തോ പോലെ ഒരു വല്ലായിക തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അദ്ദേഹം ആ കഞ്ഞിയെല്ലാം ഛർദ്ദിച്ച് പോകുന്നുണ്ട്. ഇതെല്ലാം പുറത്തു നിന്ന് അവന്തികയുടെ ആൾക്കാർ കണ്ടു നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിക്കും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. കുട്ടികൾ എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. എന്തോ ഒരുമാതിരി ഛർദ്ദിക്കാൻ വരുന്നത് പോലെ, ആ പഴങ്കഞ്ഞി വയറ്റിൽ പിടിച്ചില്ലെന്ന് തോന്നുന്നു. അങ്ങനെ സച്ചിക്ക് നല്ല പോലെ തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടി റോഡ് സൈഡിലേക്ക് നിർത്തി പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു സൈഡിൽ മാറി നിന്ന് ഛർദ്ദിക്കുകയാണ് സച്ചി. ഇത് കണ്ട് കുട്ടികളാകെ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ പെട്ടെന്ന് തന്നെ ചെന്ന് ഇന്ദു ഓടിച്ചെന്ന് വെള്ളമൊക്കെ എടുത്ത് സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം എന്നൊക്കെ കുട്ടികൾ 2 പേരും ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെ പറയുന്നുണ്ട്. ഞാൻ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ആശുപത്രിയിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് വീണ്ടും കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സച്ചി വീണ്ടും ഛർദ്ദിക്കുകയാണ്. അങ്ങനെ സച്ചി ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് വളരെയധികം ക്ഷീണിച്ച് താഴേക്ക് വീണു പോവുകയാണ്. ഈ സമയം അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തികയാണെങ്കിൽ മൂർത്തിയുടെ കോൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു.
ഈ സമയം മൂർത്തി ഇപ്പോൾ അവന്തികയെ വിളിക്കുന്നു. മൂർത്തി എന്നിട്ട് പറയുന്നുണ്ട്, മാഡം എൻ്റെ കോള് കാത്തിരിക്കുകയായിരുന്നല്ലേ, എന്തായാലും മേഡത്തിന് വെറും സന്തോഷമല്ല, സന്തോഷത്തിൻ്റെ ബമ്പർ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത് എന്ന് മൂർത്തി പറയുന്നു. അതെന്താണ് ഇത്ര വലിയ സന്തോഷം എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. മേഡത്തിൻ്റെ മുഖ്യ ശത്രു അവൻ ഇന്ന് തീരും. നമ്മൾ ഇത്രയും കാലം അവനെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ലല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. അവൻ്റെ വിധി അവൻ തന്നെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. അവൻ്റെ അമ്മയുടെ കൈകൊണ്ട് തന്നെ അവൻ തീരും. അതും സച്ചിയാണ് ആദ്യം ആ പഴങ്കഞ്ഞി കുടിച്ചിരിക്കുന്നത്. അതും അവൻ്റെ അമ്മ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. അവരുടെ കൈകൊണ്ട് വിഷം സ്നേഹത്തോടെ അവനെ അവർ ഊട്ടിയത്. അവനത് വളരെയധികം സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു എന്നൊക്കെ മൂർത്തി പറയുമ്പോൾ, മൂർത്തി എനിക്കിത് കേട്ടിട്ട് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അവൻ ആ പഴങ്കഞ്ഞി കുടിച്ച് കുട്ടികളുമായി വളരെയധികം സന്തോഷത്തോടെ പോയിട്ടുണ്ട്. വഴിയിൽ എവിടെയെങ്കിലും അവൻ ചത്തു വീഴും. എവിടെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിച്ച് പറയാമെന്ന് മൂർത്തി പറയുമ്പോൾ, അതുപോരാ, അവൻ ചത്തു എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ ആളുകളോട് പിന്നാലെ തന്നെ പോകാൻ പറഞ്ഞേക്ക്. അഥവാ അവൻ ചത്തില്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വീണ് കിടക്കുകയാണെങ്കിൽ തന്നെ അവനെ എടുത്ത് വല്ല കൊക്കയിലും കൊണ്ട് തള്ളിയേക്കണം എന്ന് അവന്തിക പറയുമ്പോൾ, ശരി മേഡം, ഞാൻ ഇപ്പോൾ തന്നെ അവരോട് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് മൂർത്തി ഫോൺ വയ്ക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സന്തോഷം വരുമ്പോൾ ഇങ്ങനെ തന്നെ വേണം, ദൈവത്തിൻ്റെ ഒരു കളിയേ. ശേഷം ഇപ്പോൾ പഴങ്കഞ്ഞി കുടിച്ച വേറൊരാൾക്കും ഇതുപോലെ വയ്യാതെ വരുന്നുണ്ട്. അവർ വേഗം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ അവിടെ കിടന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ രാജീവിനെയും ശിശിരയും കാണിക്കുന്നു. അവർ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാലും അതിനും തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാജീവേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ശിശിര ഇപ്പോൾ കയ്യിലിരുന്ന ആ സ്വർണം എടുത്ത് കാണിക്കുന്നുണ്ട് രാജീവിനെ. ബാക്കിയൊക്കെ എൻ്റെ ലോക്കറിലുമുണ്ട് എന്ന് ശിശിര പറയുമ്പോൾ ഇത് കണ്ട് രാജീവ് ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതൊന്നുമില്ലെങ്കിലും നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ട്, അതെനിക്കറിയാം. എന്നാലും എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കണമല്ലോ എന്ന് ശിശിരയും പറയുന്നു. എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോകണോ എന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. എടുത്തു ചാടിയൊന്നും അല്ലല്ലോ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ കെട്ടാമെന്ന് പറഞ്ഞതോ, അത് വെറുതെ പറഞ്ഞതാണോ എന്ന് ശിശിര ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഏയ് ഒരിക്കലുമല്ല, നമ്മുടെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ് എന്ന് രാജീവ് പറയുമ്പോൾ, എങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടാം, എന്നിട്ട് ഇന്ന് തന്നെ നമുക്കൊരു ജീവിതം തുടങ്ങാം, നമുക്ക് ഇന്ന് തന്നെ വിവാഹം കഴിക്കാം രാജീവേട്ട എന്നൊക്കെ ശിശിര പറയുമ്പോൾ, ഈ സമയം രാജീവിന് ഒരു കോൾ വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവന്തികയാണ് വിളിക്കുന്നത്. ഇത് കണ്ട് ശിശിര പറയുന്നുണ്ട്, ആ കോൾ കട്ട് ചെയ്യ്, ഇപ്പോൾ നമ്മുടെ കാര്യം സംസാരിക്കാം എന്ന് ശിശിര പറയുന്നുണ്ടെങ്കിലും രാജീവ് ആ കോൾ എടുക്കുകയാണ്. അങ്ങനെ അവന്തിക ഇപ്പോൾ ചോദിക്കുന്നുണ്ട് താൻ എവിടെയാണെന്ന്. അപ്പോൾ കുറച്ച് ദൂരെയാണെന്ന് രാജീവ് പറയുന്നു. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്ന അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ മാറി നിന്നിട്ട് രാജീവ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇന്ന് വിഷബാധയേറ്റ് കുറേ എണ്ണം ചാകും. എവിടെയാണെന്ന് അറിയാമോ രാജീവിന് എന്ന് ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് രാജീവ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ആ കമലയെ കൊലക്കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കണം. ആ വൃത്തികെട്ട പഴങ്ങഞ്ഞിക്കട അവിടെയെല്ലാം അടിച്ച് തകർത്ത് അവിടെയുള്ളതെല്ലാം കെട്ടിപ്പൊട്ടി സീല് വെക്കണം. എന്താ ഇത് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നു, മേഡം എന്നോട് ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ, ഒരു ഉത്തരവിട്ടാൽ മാത്രം മതി, ഞാനത് ചെയ്തിരിക്കും. ഉടനെ അവന്തിക പറയുന്നുണ്ട്, പോകുമ്പോൾ ഒരു കൈവിലങ്ങ് കൂടി കരുതിയേക്കണം, ആ വൃത്തികെട്ട സ്ത്രീയെ കൈവിലങ്ങ് ധരിച്ച് വേണം കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവർ സംസാരിച്ച് ഫോൺ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ശിശിര വന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട്, രാജീവേട്ട ഇനിയും ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്, ഇന്ന് തന്നെ എനിക്കൊരു തീരുമാനം വേണമെന്ന് പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, തീരുമാനമൊക്കെ എടുക്കാം, പക്ഷേ അതിനു മുന്നേ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി തീർക്കാനുണ്ട്, അത് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു വഴിയാണെന്ന് കരുതിയാൽ മതി. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നൊരു ടാക്സി എടുത്ത് നീ വീട്ടിലേക്ക് പോയിക്കോ, ബാക്കി നമുക്ക് പിന്നീട് തീരുമാനിക്കാം, എനിക്കൊരല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വീണ്ടും കമലയുടെ പഴങ്കഞ്ഞിക്കടയാണ് കാണിക്കുന്നത്. അവിടെ നിന്നും 2-3 പേരും കൂടി പഴങ്കഞ്ഞി കുടിച്ചിരുന്നു. അവരും ഇപ്പോൾ നന്നായി ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. കമലയൊക്കെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഉടനെ ആ ഛർദ്ദിക്കുന്നവർ പറയുന്നുണ്ട്, ഈ പഴങ്കഞ്ഞിയിൽ എന്തോ ഉണ്ട്, ആരെങ്കിലും ഒരു വണ്ടി വിളിക്ക്, ഞങ്ങളെ ഒന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകും. ചേച്ചി, നിങ്ങൾ പഴങ്കഞ്ഞിയിൽ എന്താണ് ചേർത്തത്, രുചി കൂടാൻ വേണ്ടി എന്തെങ്കിലും കൃത്രിമവും കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് കമല പറയുന്നുണ്ട്, ഞങ്ങൾ അതിലൊന്നും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ ഇപ്പോൾ 2 പേരും കൂടെ പറയുന്നുണ്ട്, ഇതിലെന്തോ വിഷം കലർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നവർ പറയുന്നു. ഈ സമയം അവന്തികയുടെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ഇപ്പോൾ മൂർത്തി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങളുടെ പണി തുടങ്ങാൻ സമയമായി, ആളുകൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ അതിനിടയ്ക്ക് കയറി മേഞ്ഞേക്കണം.
അങ്ങനെ ഇപ്പോൾ പുറത്ത് നിന്ന് 2 പേരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഇവർ പഴങ്കഞ്ഞിയിൽ വല്ല മായവും കലർത്തി കാണുമെന്നൊക്കെ അവർ പറയുന്നു. ഞങ്ങളതിലൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് കമല കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ചേച്ചി, നിങ്ങളുടെ പഴങ്കഞ്ഞി കുടിച്ച ഒരാൾ വഴിയിൽ ചോര ഛർദ്ദിച്ച് കിടക്കുന്നു എന്നൊക്കെ ഒരാളും കൂടെ വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെ തകർന്നു പോകുന്നുണ്ട് കമല. പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് കമല സച്ചിയുടെ കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ സച്ചിയുടെ കാര്യം ഓർത്ത്, അയ്യോ എൻ്റെ കുഞ്ഞിനാണല്ലോ ഞാൻ ആദ്യം കഞ്ഞി കൊടുത്തത്, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വളരെയധികം വിഷമത്തോടെ ഇരുന്ന് കരയുന്നുണ്ട് കമല. ഈ സമയം സച്ചിക്കാണെങ്കിൽ ഒട്ടും വയ്യാതെ തന്നെ അവിടെ ആ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മിണ്ടാതിരിക്കും പെണ്ണുപിള്ളേ, ആൾക്കാർക്ക് പഴങ്കഞ്ഞിയിൽ വിഷം കലർത്തി കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് കള്ളക്കണ്ണീർ കാണിക്കുന്നു എന്നൊക്കെ അവർ ആ 2 പേർ വന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കമല. അങ്ങനെ സ്നേഹയും അനഘയെല്ലാം വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പഴങ്കഞ്ഞി കട എന്ന് പറഞ്ഞ് ഇപ്പോൾ അവന്തികയുടെ ആൾക്കാർ അതെല്ലാം തല്ലി പൊട്ടിക്കുകയാണ്. ശേഷം ഇപ്പോൾ ഇന്ദുവിനെ അമ്മുവിനെ കാണിക്കുന്നുണ്ട്. അവർ വരുന്ന വണ്ടികൾക്കെല്ലാം കൈ കാണിക്കുന്നുണ്ട്, സച്ചി ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഈ സമയത്താണ് മൂർത്തിയുടെ മറ്റു 2 ആൾക്കാർ കാറിൽ അവിടേക്ക് എത്തുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നല്ല ബെസ്റ്റ് സമയം, നമുക്ക് നമ്മുടെ പണി തുടങ്ങാം എന്ന് പറഞ്ഞ് അവർ കാറിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് നടന്നു വരുന്നുണ്ട്. ഇത് കണ്ട് കുട്ടികൾ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, അങ്കിളെ എത്രയും പെട്ടെന്ന് എൻ്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് കുട്ടികൾ പറയുമ്പോൾ, പിന്നെ അതിനെന്താ, അത് എത്തിക്കാമല്ലോ, അതിനല്ലേ ഞങ്ങൾ വന്നത് എന്നൊക്കെ അവർ പറഞ്ഞിട്ട് സച്ചിയെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ വഴിയിൽ കിടന്ന് ചാകണ്ട, അതിനൊക്കെ ബെസ്റ്റ് സ്ഥലമുണ്ടെന്നൊക്കെ അവരിങ്ങനെ സച്ചിയോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഈ സമയം അവിടേക്ക് വേറൊരു വണ്ടി വരുന്നുണ്ട്. അതിൽ മറ്റാരുമായിരുന്നില്ല, ആരതി വർമ്മയായിരുന്നു. കുട്ടികളെ കണ്ട് ആരതി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മക്കളെ, എന്ത് പറ്റിയെന്ന്. അങ്ങനെ സച്ചിയെ കാണുന്നു. സച്ചിയെ കാണുമ്പോൾ തന്നെ അപ്പോൾ ആരതി ഇപ്പോൾ സച്ചിയുടെ കാര്യം അന്ന് ജാമ്യമൊക്കെ എടുത്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ആൻറ്റി, അച്ഛനൊട്ടും വയ്യ, പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് കുട്ടികൾ പറയുമ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യും, സച്ചി എന്നെ വണ്ടിയിലേക്ക് കയറ്റുന്ന ആരതി പറയുന്നു. ഉടനെ തന്നെ ആ ഗുണ്ടകൾ പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന്. ഉടനെ ആരതി അത് സമ്മതിക്കാതെ, സച്ചി ഇവിടേക്ക് എൻ്റെ വണ്ടിയിലേക്ക് കയറ്റി, സച്ചി എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആരതി ഇപ്പോൾ ആരതിയുടെ വണ്ടിയിലേക്ക് കയറ്റിയിരിക്കുകയാണ് സച്ചിയെ. നിങ്ങളിൽ ആരെങ്കിലും ഒരാളും കൂടെ കയറാനായി അവരോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരാളും കൂടെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. കുട്ടികളും വണ്ടിയിലേക്ക് കയറുന്നു. അങ്ങനെ ഇപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഈ സമയം വണ്ടിയിലിരുന്ന് ആരതി ഗോകുലിനെ വിളിക്കുന്നുണ്ട്. എനിക്ക് സാറിൻ്റെ ഒരു സഹായം വേണമായിരുന്നു എന്ന് പറഞ്ഞ് സച്ചിയുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഗോകുലിനോട് പറയുകയാണ്. ഇത് കേട്ട് വളരെയധികം ടെൻഷനോടെ തന്നെ സച്ചിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗോകുൽ. അങ്ങനെ ഇപ്പോൾ ആരതി എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയാണ് ഗോകുലിനോട്. സച്ചിക്ക് കുറച്ച് സീരിയസ് ആണ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ആരതി പറയുന്നു. അവരുടെ വീട്ടിലൊന്ന് വിളിച്ച് അറിയിച്ചേക്കണേ എന്ന് ഗോകുലിനോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് ആരതി. സച്ചിയാണെങ്കിൽ ആകെ അവശ നിലയിലാണ്. ഈ സമയം പഴങ്കഞ്ഞിക്കടയെല്ലാം അവർ അടിച്ചു തകർക്കുകയാണ്. കമല പറഞ്ഞതനുസരിച്ച് സ്നേഹി ഇപ്പോൾ സച്ചിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ സച്ചി കോൾ എടുക്കുന്നില്ല. അങ്ങനെ അവർ ആകെ വിഷമിച്ച് വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.